ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് SSLC ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? A+ എത്തണം വേണ്ടേ? അപ്പോൾ A+ എത്താൻ കുറച്ച് ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് മക്കളെ? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അതിലെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് എ പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൺ ബിലോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഐഡിയയിൽ വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇൻകംപ്ലീറ്റ് പോർഷൻ ഓഫ് എ പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൺ ബിലോ. ഒബ്സർവ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ദ സിംബൽസ് ആർ നോട്ട് റിയൽ. So the first sub question is, which is an inert gas? Very simple question അല്ലേ? ഏതായിരിക്കും inert gas? Inert gas എന്ന് പറയുന്നത് ഏതായിരിക്കും? 18th ഗ്രൂപ്പ് എലമെന്റ്സ്. അതായത് ഏതായിരിക്കും? Answer will be E, element E. Which element exhibit different valencies? ഏതൊക്കെയായിരിക്കും ഡിഫറെന്റ് വാലൻസി? ആരാണ് കാണിക്കുക? ആരായിരിക്കും? B and C. അതായത് എന്തുകൊണ്ടാണ് B and C സെലക്ട് ചെയ്തത് നമ്മള്? They are D block elements. അപ്പൊ D block elements ആണ് എന്ത് ചെയ്യുന്നത്? വേരിയബിൾ വാലൻസി കാണിക്കുന്നത്. സോ ബി ആൻഡ് സി അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നായിരിക്കും ചിലപ്പോൾ. ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും തമ്മിൽ ആകെ ഒരു വ്യത്യാസമുള്ളൂ. വാലൻസിക്ക് നമുക്ക് പ്ലസ് ഓർ മൈനസ് സൈൻ ഉണ്ടാവില്ല. ഓക്സിഡേഷൻ എന്തുണ്ട്? പ്ലസ് ഓർ മൈനസ് സൈൻ ഉണ്ട്. സോ ദ ആൻസർ ഈസ് ബി ആൻഡ് സി. അവർ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ മെറ്റൽസ്? വിച്ച് ആർ മെറ്റൽസ്? ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്കറിയാം ഏതാണ്? ആൽക്കലി മെറ്റൽസ്, alkaline earth metals and transition metals. So the answer will be A, F, B and C. എന്തുകൊണ്ടാണ് നമ്മളത് എടുത്തതെന്ന് അറിയാലോ? എ എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആണ്, എഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്, ബി ആൻഡ് സി ഡി ബ്ലോക്ക് എലിമെന്റ്സ് എല്ലാവരും തന്നെ മെറ്റൽസ് ആണ്. സോ വിച്ച് ആർ മെറ്റൽസ്? എ, എഫ്, ബി ആൻഡ് സി. Next question, which element has valency 3? Valency 3. ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ഏതായിരിക്കും? ഇവിടെ നമുക്ക് ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ നമുക്ക് എത്ര ഇലക്ട്രോൺ ആണ് ഇവിടെ ഉണ്ടാവുക? 3 ഇലക്ട്രോൺ. സോ വാലൻസി 3 ഉള്ളത് ആർക്കായിരിക്കും? വാലൻസി 3 ഉള്ളത്, വാലൻസി 3 ഉള്ളത് ജി. ആൻസർ വിൽ ബി ജി. ജിക്കായിരിക്കും എന്തുണ്ടാവുക? വാലൻസി 3. നെക്സ്റ്റ്, വിച്ച് എലമെന്റ് ഹാസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പ്ലസ് വിച്ച് മീൻസ് ഇറ്റ് വിൽ ഡൊണേറ്റ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പൊ നമ്മുടെ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? എസ് ബ്ലോക്കിലെ ആൾക്കാർക്കാണ് +1. അതായത് ഇവിടെ ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ +1ഉം ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ +2. അപ്പൊ ഗ്രൂപ്പ് 1ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. അപ്പൊ ആർക്കായിരിക്കും +2 ഉണ്ടാവുക? +2 ഉണ്ടാവുന്നത് ഗ്രൂപ്പ് 2, വിച്ച് മീൻസ് ഇവിടെ ഏതായിരിക്കും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എഫ് വിൽ ബി +2. ഇനി വിച്ച് ഈസ് ദ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ? ഏതായിരിക്കും ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ? നോൺ മെറ്റൽസ് വരുന്നത് എവിടെയാണ്? പി ബ്ലോക്ക് അല്ലേ? പി ബ്ലോക്ക് പറഞ്ഞാല് ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18. ഈ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്? പി ബ്ലോക്ക്. അതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആളേനെയാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരിക്കും? നമ്മുടെ ഡി ആയിരിക്കും. കാരണം ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 7 ഇലക്ട്രോൺ അല്ലേ? ഇവിടെ ഈ ആയിരുന്നപ്പോ ഇവിടെ 18 വരിക. അതായത് നമ്മുടെ 18th ഗ്രൂപ്പ്. അവർക്ക് നോബൽ ഗ്യാസസ് ആണ്. അതായത് എല്ലാം സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് 1 ഇലക്ട്രോൺ കുറവാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് അത് വാങ്ങാനായിട്ട് ശ്രമിക്കും. സോ ദേ വിൽ ബി ഹൈലി റിയാക്റ്റീവ്. സോ ദ നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണേതാണ്? പി ബ്ലോക്ക്. ഇതിനകത്ത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആള്. അപ്പൊ അതാരായിരിക്കും? ആൻസർ വിൽ ബി ഡി അല്ലേ? അല്ല മക്കളെ, ഡി അല്ലേ വരിക? എന്തുകൊണ്ടാ ഡി എടുത്തത്? ഇത് നോബിൾ ഗ്യാസസ് ആണ്. ഇവിടെ എന്താണ്?
17 എന്ന് പറയുമ്പം ഔട്ടർ മോസ്റ്റില് 7 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് എന്ത് വേണം? 1 ഇലക്ട്രോണും കൂടി കിട്ടി അവർക്ക് എന്താവാം? സ്റ്റേബിൾ ആവാം. സോ അവരെന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങും. അപ്പൊ അവര് ഹൈലി റിയാക്റ്റീവ്. സോ ആൻസർ വിൽ ബി ഡി. നെക്സ്റ്റ്, വിച്ച് എലമെന്റ് ഹാസ് ഹൈ അയോണൈസേഷൻ എനർജി? ഏതാണ്? അയോണൈസേഷൻ എനർജി കൂടുതലുള്ള ആൾക്കാർ ആരായിരിക്കും? ദേ ഓൾറെഡി നമുക്കറിയാം പി ബ്ലോക്ക് എലമെന്റ്സ് ആ എന്താണ്? ഹൈ അയണൈസേഷൻ എനർജി. അപ്പൊ ഇതിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആളിൽ നിന്നല്ലേ ഒരു ഇലക്ട്രോൺ കളയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. സോ അത്ര എനർജി നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പൊ ഇവിടെ ആൻസർ വിൽ ബി ഹൈയസ്റ്റ് അയണൈസേഷൻ എനർജി കാണിക്കുന്ന ആള് ഈ ആയിരിക്കും, നോബിൾ ഗ്യാസ് ആയിരിക്കും. അവര് ഓൾറെഡി സ്റ്റേബിളാ, പിന്നെ ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുക്കുവോ? ഇല്ല അല്ലേ? അപ്പൊ എന്താണ്? അയണൈസേഷൻ എനർജി വിൽ ബി ഹൈയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ള ആള് ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. ഏത് ഗ്രൂപ്പാ? 18th ഗ്രൂപ്പ്. ഇവിടെ വരുന്നത് ആരാണ്? ഇ. ഇനി വിച്ച് ഈസ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. അപ്പൊ മെറ്റൽസ് വരുന്നത് എവിടെയാണ്? മെറ്റാലിക് ക്യാരക്ടർ ഒക്കെ ഉള്ള ആൾക്കാർ വരിക എവിടെയാണ്? എസ് ബ്ലോക്കിലാണ് ഹൈലി മെറ്റാലിക് ആയിട്ടുള്ള ആൾക്കാർ വരിക. അതിൽ തന്നെ കുറച്ചും കൂടി റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാരായിരിക്കും? ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. ആൽക്കലി മെറ്റൽസ് ആർ ഹൈലി റിയാക്റ്റീവ്. സോ ദ ആൻസർ വിൽ ബി എ. എന്തുകൊണ്ടാണെന്നറിയാലോ? ദേ ആർ ആൽക്കലി മെറ്റൽസ്. സോ ദ ആൻസർ വിൽ ബി എ. ഇനി വിച്ച് എലമെന്റ് ഹാസ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമുക്കറിയാം എസ് ബ്ലോക്ക് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്, ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇവിടുത്തെ ആൾക്കാര് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇവർക്ക് എന്താണ്? കൂടുതലാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആരാ കാണിക്കുക? ഇവിടെ നോക്കുക. ഇവിടെ 8 ഇലക്ട്രോൺ, ഇതിൽ 7 ഇലക്ട്രോൺ, ഇവിടുത്തെ ഔട്ടർ മോസ്റ്റില് 6 ഇലക്ട്രോൺ, അതായത് 6 എണ്ണം ഉണ്ട്. അവർ 2 ഇലക്ട്രോണിനെ വാങ്ങണം. വാങ്ങുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ, അതായത് ഇവിടുത്തെ വാലൻസി വരുന്നത് ഇവരുടെ 2 ആയിരിക്കും. അവർ വാങ്ങുകയാണ് ചെയ്യുക. അപ്പൊ വാങ്ങുന്ന ആൾക്കാർക്ക് മൈനസ് ചാർജ്. സോ -2 ആർക്കായിരിക്കും? എച്ചിനും ഐനും, അതായത് ഗ്രൂപ്പ് 16 വരുന്ന ആൾക്കാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -2. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആരൊക്കെയാണ് ഗ്രൂപ്പ് 16 വരുന്ന ആൾക്കാര്? എച്ച് ആൻഡ് ഐ, 2 പേരാണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ വിൽ ബി എച്ച് ആൻഡ് ആരൊക്കെയായിരിക്കും? എച്ചും അതുപോലെ തന്നെ ആരായിരിക്കും? എച്ച് കോമ ഐ. 2 ആൻസർ എടുത്ത് എഴുതണം കേട്ടോ. ഇനി അടുത്തത്, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ. എങ്ങനെയാണ് റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഐ ആൻഡ് എഫ്? അപ്പൊ ഐനി എഫിനി നമുക്ക് നോക്കണം. ഐ എവിടെയാണ്? ഐ എന്ന് പറയണത് ഐ കണ്ടോ? ഐ നമുക്കറിയാം അതിന്റെ വാലൻസി എത്രയാണ്? ഐന്റെ വാലൻസി 2 ആണ്. ഇനി ആരാണ്? എഫ്. എവിടെ എഫ്? ഇവിടെയാണ് നമ്മുടെ എഫ് ഇരിക്കണത്. ഈ എഫിന്റെ വാലൻസി എത്രയാണ്? എഫിന്റെ വാലൻസി 2 ആണ്. അപ്പൊ ഐന്റെയും വാലൻസി 2 ആണ്, എഫിന്റെയും വാലൻസി 2 ആണ്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന കോമ്പൗണ്ട് എഴുതുമ്പോ ഐ എഴുതി, എഫ് എഴുതി. ഐന്റെ വാലൻസി ആയ 2നെ എഫിന്റെ താഴെയും എഫിന്റെ വാലൻസി ഐന്റെ താഴെയും എഴുതി. അപ്പൊ I2 F2 2 പേരിലും 2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബൈ 2 ക്യാൻസൽ ചെയ്യാം. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഐ എഫ്. കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ ഇത്? ഐ എഫ്. അപ്പൊ ആൻസർ വരുന്നത് കെമിക്കൽ ഫോർമുല ചോദിച്ചാൽ, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മോളിക്കുലാർ ഫോർമുല. അപ്പൊ അതെന്തായിരിക്കും? ഐ എഫ്. എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ? ഐന്റെ ഔട്ടർ മോസ്റ്റില് 6 ഇലക്ട്രോൺ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് കേട്ടോ, സബ് ഷെല്ലല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 6 ഇലക്ട്രോൺ ആണ്. സോ വാലൻസി 2. എഫിനും നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? I2 F2 ആയിരിക്കും. 2 പേർക്കും എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഐ എഫ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ വലിയൊരു ഭാഗമാണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാനുള്ളത്. അത് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സോറി, ഇത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചോദ്യം നോക്കിക്കേ.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നോക്കിക്കോളൂ. എലമെന്റ് എക്സ് ഹാസ് 7 ഇലക്ട്രോൺ. അപ്പൊ ഫസ്റ്റ് ഹിന്റ് ആണ് 7 ഇലക്ട്രോൺ. അത് എവിടെയാണുള്ളത്? ഇൻ ദ തേർഡ് ഷെൽ. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി എന്താണ് 7 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിലുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലേ? ഷെല്ലിലാണ്, സബ് ഷെല്ലിലല്ല. അപ്പൊ 7 ഇലക്ട്രോൺ എവിടെയാണ്? തേർഡ് ഷെല്ലിലാണുള്ളത്. കംപ്ലീറ്റ് ദ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലായി, എന്തൊക്കെയാണ്? 3 ഷെല്ലുണ്ട് ഇല്ലേ? 3 ഷെല്ലുണ്ട് പറയുമ്പോൾ അതിൽ വരുന്ന ആൾക്കാരൊക്കെയാ? 3s ഉണ്ട്, 3p ഉണ്ട്. ടോട്ടൽ തേർഡ് ഷെല്ലിലുള്ളത് ആരൊക്കെയായിരിക്കും? 3s 3p 3d വരെ വരാം. പക്ഷെ നമ്മളിപ്പോ 3s 3p എടുത്തു. എസിനകത്ത് മാക്സിമം നമുക്ക് എത്ര ആൾക്കാരെ കൊള്ളിക്കാം? 2 ആളെ ഇവിടെ വെച്ചില്ലേ? ഇനി നമുക്ക് ബാക്കി എത്ര ആളുണ്ട്? 5 ആള്. നമുക്ക് 5 പേരാണുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ലാസ്റ്റ് ഷെല്ലില്? അപ്പൊ നമുക്ക് അവസാനത്തെ ആൾക്കാരെ കിട്ടി. 3s2 3p5 ആണ് വരിക. തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഇനി ആരൊക്കെ വരും? 1s2 2s2 2p6 3s2 3p5. ക്ലിയർ ആയോ? നോക്കിക്കേ, 1s2 2s2 2p6 3s2 3p5. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആൻസർ കിട്ടിയില്ലേ? റൈറ്റ് ദ കംപ്ലീറ്റ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്. അപ്പൊ ഇത് എഴുതിയാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടി. ഇനി ഫൈൻഡ് ഔട്ട് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെന്റ്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് കൂട്ടിയാൽ മതി. ആരെയൊക്കെ കൂട്ടണം? ഇവിടെ ഇരിക്കുന്ന 2, അടുത്ത 2 6 2 ആൻഡ് 5. അപ്പൊ ഇവരെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? 2 2 4 10 12 5 17. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? എത്രയായിരിക്കും വരിക? ആൻസർ 17. ആൻസർ എന്തായിരിക്കും? 17. ആറ്റോമിക് നമ്പർ കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, മുകളിലത്തെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ്ട് എണ്ണി നോക്കുക. അതങ്ങ് കൂട്ടി എഴുതിയാൽ മതി. ഏറ്റവും എളുപ്പമാണ്. അപ്പൊ 2 മാർക്ക് കിട്ടിട്ടോ. നീ ടു വിച്ച് ബ്ലോക്ക് ഡസ് ദിസ് എലമെന്റ് എക്സ് ബിലോങ്സ് ടു? ഏത് ബ്ലോക്കാന്നാണ്. അപ്പൊ എങ്ങനെയാ ബ്ലോക്ക് നമുക്കറിയാം? ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലോട്ടാണോ പോയിട്ടുള്ളത് അതാണ് അതിന്റെ ബ്ലോക്ക് അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലോട്ടാണോ പോയത് അതാണ് അതിന്റെ ബ്ലോക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇലക്ട്രോൺ ഏതാ ലാസ്റ്റിൽ പോയിട്ടുള്ളത്? 3p അല്ലേ? അപ്പൊ ഏതായിരിക്കും അതിന്റെ ബ്ലോക്ക്? ബ്ലോക്ക് വിൽ ബി പി. ഇനി ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഗ്രൂപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് ബ്ലോക്ക് പി ആന്ന് മനസ്സിലായി. അപ്പൊ പി ബ്ലോക്ക് ആകുമ്പോ ഗ്രൂപ്പ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പൊ പി ആവുമ്പോൾ, അതായത് പി ബ്ലോക്ക് ആവുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? +12. അപ്പൊ പിയിൽ എത്ര ആൾക്കാരുണ്ട്? 5 ആള് അല്ലേ? അപ്പൊ 5 ആള് +12 = 17 ആണ്. ഏത് ഗ്രൂപ്പ്? ഇത് ഒരിക്കലും മാറ്റരുത് കേട്ടോ. അതെന്താണ്? ഗ്രൂപ്പ് ആണെന്ത്? ഗ്രൂപ്പ് വിൽ ബി 17. ഇനി പീരീഡ് എന്താണ്? ഏറ്റവും വലിയ ഷെല്ല്, ലാർജസ്റ്റ് ഷെല്ല് ഏതാണോ നോക്കുക. ഇവിടെ ഏതാ? 3 അല്ലേ? 3ലേക്കല്ലേ എല്ലാവരും പോയിട്ടുള്ളത് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ 3 3p 3s അല്ലേ? അപ്പൊ എന്ത് വരും നമുക്ക്? ലാർജസ്റ്റ് ഏതായിരിക്കും? അപ്പൊ പീരീഡ് എന്തായിരിക്കും? Period will be 3. Ni write the electronic subshell electronic configuration of the element of the same group. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആരാണ്? ഇവര് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺ തന്നെ. 3p5 ആണെങ്കിൽ മറ്റോടത്തും പിയില് 5 ഇലക്ട്രോൺ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ഹാവിങ് 2 ഷെൽസ് ഓൺലി. അപ്പൊ അവിടെ നോക്കിക്കേ, 5 ഇലക്ട്രോൺ ആണ് അവിടെ ഉള്ളത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സബ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ തന്നെയായിരിക്കും. സെയിം ഗ്രൂപ്പ് അല്ലേ? ബട്ട് ഹാവിങ് 2 ഷെൽസ്, അതായത് ഇതിന്റെ തൊട്ട് മുന്നത്തെ, ഈ ഗ്രൂപ്പിൽ തൊട്ട് മുന്നത്തെ എലമെന്റിനെയാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വരിക? നമുക്ക് നോക്കാം. 1s2 2s2
2p5. അപ്പൊ കറക്റ്റ് ആയില്ലേ? നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ് വരിക? സെയിം ഗ്രൂപ്പ് ആവുമ്പോൾ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ സെയിം ആണ്, ബട്ട് 2 ഷെൽസ്, 2 ഷെല്ലേ ഉള്ളൂ. സോ ഇവിടെ നോക്കിക്കേ, നമ്മുടെ 2 ഷെല്ല് ഇത് ഇവിടെ വന്നില്ലേ? ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോണും വന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ അതേ നോക്കിക്കേ, നമുക്ക് 5 മാർക്കാണ് ഇവിടുന്ന് കിട്ടുക. ശരിക്കും ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി വരാം, പക്ഷെ ഈ ഭാഗത്തുനിന്ന് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇങ്ങനെ ഒരു മോഡലില് ഇത്രേ വരാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് നമുക്ക് നല്ല മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നല്ല എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, എന്താ അവര് പറയണത്? ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn. അതായത് Mn എന്താ? മാംഗനീസ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. അപ്പൊ കോമ്പൗണ്ട്സ് ഇല്ല, നമ്മുടെ ഇപ്പൊ തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൽ മാംഗനീസിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ -1 ആണ്, ഓക്സിജൻ -2 ആണ്. എല്ലാ കേസിലും ഇത് തരണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 എണ്ണം പഠിച്ചു വെക്കണം. ക്ലോറിൻ -1 ആണ്, ഓക്സിജൻ -2 ആണ്. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും വരില്ല. ബാക്കി ഇനിയിപ്പോ ഇവിടെ Mn വന്നാലോ Fe വന്നാലോ Cu വന്നാലോ ഒന്നും നിങ്ങൾക്ക് ഒന്നും പറ്റാൻ പോണില്ല. ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം MnCl2ന്റെ നമുക്ക് നോക്കാം. MnCl2ന്റെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരിക? MnCl2. അപ്പൊ നമുക്ക് എത്ര Mn ഉണ്ട്? ഒരു Mn. അപ്പൊ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ഇട്ടു? X പ്ലസ് എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ. അപ്പൊ 2, ഒരു ക്ലോറിന്റെ -2. അപ്പൊ എക്സ് പ്ലസ് -2 × 1 -2 തന്നെ =0. ഇട്ട് കൊടുക്കാലോ, =0. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ x -2 = 0 വരും. അപ്പൊ x +2. അപ്പൊ MnCl2-നകത്ത് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്തത് Mn2O7. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇത് കഴിഞ്ഞുട്ടാ. ഇനി അടുത്തത് ചെയ്യാണ്. അടുത്തത് ചെയ്യുമ്പം 2x, ഒരു Mnന്റെ x നമുക്കറിയില്ലല്ലോ x. അപ്പൊ 2 Mn ഉണ്ടെങ്കിൽ 2 × x 2x പ്ലസ് 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 7, ഒരു ഓക്സിജന്റെ -2. അങ്ങനെയാണെങ്കിൽ 7 × -2 എന്ത് ചെയ്യണം? 0. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2x - 14 = 0. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചെഴുതാം. 2x -14 ഇപ്പുറത്തേക്ക് പോകുമ്പോ +14. x എന്ത് വരും? 14/2 x 7. വെറും 7 എഴുതിയാ പോരാ, +7 എഴുതണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ത് വരും? +7. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കി നിങ്ങള്. Give the reason for the variable oxidation state of D block element. D block elementന്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയാലും വേരിയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കളേർഡ് കോമ്പൗണ്ട്സ് തരികയാണെങ്കിൽ ഇതിന്റെ റീസൺ ഒറ്റ പോയിന്റേ ഉള്ളൂ. എന്തായിരിക്കും ആ പോയിന്റ്? 4sന്റെയും 3Dയുടെയും എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. 4sന്റെയും 3Dയുടെയും എനർജി ഗ്യാപ്പ് കുറവാണ്. അപ്പൊ അങ്ങനെ അവർ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതും കളേർഡ് കോമ്പൗണ്ട്സ് തരുന്നത് കേട്ടോ. ഇനി റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mn in MnCl2. ആറ്റോമിക് നമ്പർ ഓഫ് Mn ഈസ് 25. അപ്പൊ 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതി നോക്കല്ലേ. 25 ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6
3s2 3p6 4s2 3d എത്ര വരും? 5. 3d 5. അപ്പൊ കറക്റ്റ് അല്ലേ? 25 നോക്കിക്കേ. 2 2 4 10 12 18 20 25. അപ്പൊ കറക്റ്റ് അല്ലേ? അപ്പൊ മാംഗനീസിന്റെ നമ്മൾ എഴുതി. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mn in MnCl2. Mn in MnCl2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Mn in MnCl2. ഇവിടെ നോക്കിക്കേ, MnCl2ൽ നമ്മൾ കണ്ടു മാംഗനീസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോണിനെ കളയണം. അപ്പൊ ആ കളയുമ്പോ എവിടുന്ന് കളയണം? അതിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. ആദ്യം എവിടുന്ന് കളയണം? 4sൽ നിന്ന് വേണം കളയാൻ. 4sൽ നിന്ന് വേണം കളയാൻ. അപ്പൊ നമ്മുടെ എന്ത് വരും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mn in MnCl2 എന്ത് വരും? 1s2 2s2 2p6 3s2 3p6 3d5. ഇത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് 3 മാർക്ക് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിന്ന് കിട്ടും കേട്ടോ. ഇനി അടുത്തതാണ്, നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെന്റ് എന്ത് തന്നിട്ടുണ്ട്? റിട്ടൺ ആസ് ആർഗൺ 3d3 4s2. അപ്പൊ നമുക്ക് ഇതിങ്ങനെ തന്നിട്ടുണ്ട്, അതായത് നോബിൾ ഗ്യാസ് നൊട്ടേഷനിലാണ് തന്നിട്ടുള്ളത്. അതിന്റെ നമ്മൾ എന്ത് എഴുതണം? കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എഴുതാൻ, വളരെ എളുപ്പമാണ് അല്ലേ? 1s2 2s2 2p6 3s2. ഒരു മിനിറ്റ്, താഴെ എഴുതാട്ടോ. 2 മിനിറ്റ്. നമുക്ക് എഴുതുമ്പോ എന്തൊക്കെ വരിക? ഞാൻ ടൈപ്പ് ചെയ്യും. 1s2 2s2 2p6 3s2 പിന്നെ ആരാണ്? അതെ, അപ്പൊ നമുക്കറിയാം ആർഗൺ എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണ്? ആർഗൺ 18 നിങ്ങൾ നോബിൾ ഗ്യാസിന്റെ ഒന്നും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആർഗൺ 18. അപ്പൊ ഇവിടെ 18 1s2 2s2 2p6 അപ്പൊ 10. പിന്നെ നമുക്ക് എന്ത് വരും? 10 കഴിഞ്ഞാൽ 3s2 12. 3p6 18 ഇല്ലേ? അപ്പൊ 18 ആർഗൺ കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ആരൊക്കെ തന്നിട്ടുള്ളത് നോക്കിയേ? 3d3 and 4s. അപ്പൊ അതിനാണ്ട് എടുത്ത് എഴുതിയാൽ മതി. ആർഗണിന്റെ 3p6 വരെ എഴുതി കഴിഞ്ഞാൽ ഇനി 3d3 4s2. ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇവിടെ വന്നിട്ടുള്ളത്, അത് നോക്കണ്ട, സ്മോൾ ലെറ്ററിൽ വേണം നിങ്ങൾ എഴുതാൻ. അപ്പൊ 1s2 2s2 2p6 3s2 3p6 3d3 and 4s2 കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയില്ലേ? ഇനി അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഐഡന്റിഫൈ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. ഐഡന്റിഫൈ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 29. എന്നിട്ട് നിങ്ങൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ കാരണം എന്നും കൂടി എഴുതണം. അപ്പൊ നോക്കിക്കേ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് തറവായിട്ട് നോക്കിക്കേ. ഇപ്പൊ 4s2 3d4 ഉണ്ട്, 4s1 3d5 ഉണ്ട്, 4s2 3d9 ഉണ്ട്, 4s1 3d5 ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ആറ്റോമിക് നമ്പർ കോപ്പർ ഉണ്ട്, ക്രോമിയം ഉണ്ട്, രണ്ടും നമ്മൾ പഠിച്ചതാ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ഒന്നുകിൽ ഇതാവും അല്ലെങ്കിൽ ഇതാവും അല്ലെ? അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചില കുട്ടികൾ ചിന്തിക്കും 29 അല്ലേ, അപ്പൊ ഒന്നുകിൽ ഏതൊക്കെയാവാം? ഇതാവാം, 4s2 3d9 ആവാം, അല്ലെങ്കിൽ 4s1 3d10 ആവാം. പക്ഷെ ഇതിൽ ഏറ്റവും കറക്റ്റ് ആൻസർ, അപ്പൊ ഇത് നമുക്ക് അല്ലാന്ന് അപ്പൊ തന്നെ ഉറപ്പിക്കാം, കാരണം ഒന്ന് എണ്ണി നോക്കി അറിയാം, ഇവിടെ 24 ഇലക്ട്രോൺസ് ഉള്ളൂ. നമുക്ക് എന്ത് വേണം? 29 വേണം. അപ്പൊ ഒന്നുകിൽ 3 ആവാം അല്ലെങ്കിൽ 4 ആവാം ഓപ്ഷൻസ്. അപ്പൊ നോക്കിയേ, നമുക്കറിയാം അല്ലേ, കോപ്പർ ആയാലും ക്രോമിയം ആയാലും അവർക്ക് എക്സെപ്ഷണൽ ആണ്. എന്തുകൊണ്ടാണ്? അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d10 ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ 4s1 3d10 ആണ്. അപ്പൊ നമുക്ക് അറിയണത് എന്താണ്? ഇതാണ് കറക്റ്റ്. ഇനി എന്താ? ജസ്റ്റിഫൈ ചെയ്യണം. വെറുതെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ പോലെ, ഐഡന്റിഫൈ ചെയ്താൽ 1 മാർക്ക് കിട്ടും. ഈ ജസ്റ്റിഫൈയും കൂടി ചെയ്താൽ നമുക്ക് 1 മാർക്കും കൂടി കിട്ടും. അപ്പൊ എന്തുകൊണ്ടാന്ന് എഴുതണം. എന്താണ് കാരണം? ദേ ആർ fully filled electronic configuration. Copper has fully filled electronic configuration. എന്തിനു വേണ്ടിയിട്ടാണ്?
ഫോർ സ്റ്റെബിലിറ്റി. അപ്പൊ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി അറേഞ്ച്ഡ് ആസ് ഫുള്ളി ഫിൽഡ്. അപ്പൊ ഇത്രയാണ് ഇതിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാലോ. ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലോക്സ്. അപ്പൊ ഓരോ ബ്ലോക്കിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നോക്കാം എസ് ബ്ലോക്ക്. എസ് ആണെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്, മെറ്റാലിക് ആണ്. ഇവർക്ക് അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? ലെസ് ആയിരിക്കും, ലെസ് അല്ലെങ്കിൽ ലോ അയണൈസേഷൻ എനർജി ആയിരിക്കും. പിന്നെന്താണ്? ലോ തന്നെയായിരിക്കും എന്ത്? അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ അതെ, അപ്പൊ എസ് ബ്ലോക്ക് ആണെങ്കിൽ മെറ്റാലിക് ആണ്, ലോ അയണൈസേഷൻ എനർജി ആണ്, ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി തന്നെയായിരിക്കും. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ പി ബ്ലോക്ക്. എസ് ചോദിക്കാറുള്ളൂ കേട്ടോ. എസ് ഡി ആണ് മെയിൻ ആയിട്ട് എപ്പോഴും ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് നിങ്ങളോട് അതിനകത്ത് നിന്ന് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അതെ, പി ബ്ലോക്ക് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കോ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം മെറ്റല്, നോൺ മെറ്റല്, മെറ്റലോയിഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എസ് ബ്ലോക്ക് എവിടേക്കാ വരിക? എസ് ബ്ലോക്ക് 1ഉം 2 ആണ് വരിക. പി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 12 ആണ്. 3 to 12 അല്ല, 13 to 18 ആണ് ആര്? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അവരുടെ പ്രത്യേകത അവർക്ക് എന്താണ്? ഹൈ ആയിട്ടുള്ള അയണൈസേഷൻ എനർജി അവർക്ക് ഉണ്ടായിരിക്കും. പിന്നെ അവർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി, ഇലക്ട്രോനെഗറ്റിവിറ്റി അവർക്ക് അവിടെ കൂടുതലായിരിക്കും. ഇനി അടുത്ത ആളാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ആരായിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സ്? എപ്പോഴും ചോദിക്കുന്നതാണ്, ഇതായിരിക്കും കേട്ടോ മെയിൻ ആയിട്ട് ചോദിക്കുക. 3 to 12 ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇവര് ഗ്രൂപ്പിലും പീരീഡിലും ഒക്കെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിട്ട് കാണിക്കും. വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അവര് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും? കളേർഡ് കോമ്പൗണ്ട്സ് അവരെന്ത് തരും? കളേർഡ് കോമ്പൗണ്ട്സ് അവര് തരും. ഇതാണ് ഡി ബ്ലോക്ക്. പിന്നെ വളരെ റെയർ ആയിട്ട് മാത്രം നമ്മളോട് ചോദിക്കുന്ന സാധനമാണ് എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്ക് എന്നൊക്കെ ആകെ ഒരു ചോദ്യം വരാറുള്ളൂ, അത് 1 വേർഡ് ആണ്. ഏതായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഏതായിരിക്കും ആ 1 വേർഡ്? ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് ബ്ലോക്ക്? ഇവിടുത്തെ പ്രത്യേകതകൾ, ഇവരും എന്ത് ചെയ്യും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇവരെന്ത് ചെയ്യും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതുപോലെ തന്നെ ഇവര് റേഡിയോ ആക്റ്റീവ് ആണ്. അതായത് പ്രത്യേകിച്ച് ആരൊക്കെയാ? ആക്ടിനോയിഡ്സ് ഒക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ മാൻ മെയ്ഡ് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ആണ്. പിന്നെന്താണ്? കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം? 1 വേർഡ് ആയിട്ടാവും ചോദിക്കുക കേട്ടോ. എസിനകത്ത് നമുക്ക് എത്ര ആളെ കൊള്ളാം? 2. പിക്കകത്തോ? പിക്കകത്ത് എത്ര ആയിരിക്കും? 6. ഇനി ഡിക്കകത്ത് എത്ര ആളെ കൊള്ളും? വേം പറഞ്ഞേ. 10. 10 ആണോ ഡിക്കകത്ത്? അതെ. ഇനി അടുത്തത് എഫിനകത്ത് എത്രയാണ്? 10 ആണോ? 14. എഫിനകത്ത് 14. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മൾ 4 ക്വസ്റ്റ്യനിൽ ഈ ചാപ്റ്റർ തീർത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും A+ കിട്ടട്ടെ കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ വരാനായിട്ട് പ്രാർത്ഥിക്കാം.
താങ്ക് യു.